ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് 1 സാമുവേൽ 17 അധ്യായം അതിൻ്റെ 48, 49, 50 തിരുവചനങ്ങൾ. 1 Samuel chapter 17 verses 48 to 50. ആ ഫെലിസ്ത്യൻ ദാവീദിനെ ആക്രമിക്കുന്നതിനായി കുറെ കൂടി അടുത്തു. ദാവീദും അവനെ എതിരിടുവാൻ തിടുക്കത്തിൽ പോർമുഖത്തേക്ക് ഓടിയെടുത്തു. തൻ്റെ സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് ദാവീദ് എറിഞ്ഞു. കല്ല് ഫെലിസ്ത്യൻ്റെ തിരുനെറ്റിയിൽ തറച്ചു കയറി. അയാൾ കവിണ് വീണു. അങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. കൈവശം ഒരു വാളില്ലാതെ തന്നെ ദാവീദ് ഫെലിസ്ത്യനെ വീഴ്ത്തി അയാളെ കൊന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീനെ ജയിച്ചു, ഫിലിസ്തീനെ കൊന്നു നശിപ്പിച്ചു. So David prevailed over the Philistines with a sling and a stone and struck the Philistine and killed him. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇങ്ങനെ ദാവീദ് ഫിലിസ്തീയ മല്ലന്റെ മേൽ ജയമെടുത്തു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ എത്ര പേര് അസാധാരണമായ ഒരു പോരാട്ടത്തിൻ്റെ നടുവിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ? ഹല്ലേലൂയ. നമ്മൾ അസാധാരണമായ അഭിഷേകത്തെക്കുറിച്ച് കേൾക്കുന്നു, അസാധാരണമായ ജയത്തെക്കുറിച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. അസാധാരണമായ ജയത്തിലേക്ക് നടക്കാനായിട്ട് അസാധാരണമായ ചില ശത്രുക്കളോട് പോരാടേണ്ടി വരും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ മുൻപിൽ വെല്ലുവിളിച്ച് നിൽക്കുന്ന ഫിലിസ്ത്യ മല്ലന്റെ മേൽ ജയമുണ്ടെന്ന് പറയാനാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവസഭയിൽ ജയത്തിൻ്റെ നാളുകളാണ്. പരാജയത്തിൻ്റെ കാലം കഴിഞ്ഞു. അസാധാരണമായ വിജയത്തിൻ്റെയും അസാധാരണമായ സൗഖ്യത്തിൻ്റെയും അസാധാരണമായ വിടുതലിൻ്റെയും നാളുകളിലേക്ക് ദൈവസഭ മുന്നോട്ട് നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഫിലിസ്ത്യ മല്ലൻ മുന്നിൽ വന്ന് വെല്ലുവിളിക്കും. നിന്നെ മുന്നോട്ട് വിടാൻ പറ്റത്തില്ല എന്ന് പറയും. നിനക്ക് മുൻപിൽ ഒരു വിശാലതയില്ലെന്ന് പറയും. നിനക്കൊരു ഫ്യൂച്ചർ ഇല്ലെന്ന് പറയും. ഹല്ലേലൂയ. നിനക്കൊരു ഭാവിയില്ലെന്ന് പറയും. നീ പരാജയപ്പെടുമെന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ ദൈവസഭ, ഹല്ലേലൂയ, ദൈവമക്കൾ എന്നും തളർന്നിരിക്കാനോ തകർന്നിരിക്കാനോ പരാജയപ്പെട്ടിരിക്കാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം ഉദ്ദേശിക്കുന്നില്ല. നിന്റെ തലമേൽ പുതിയ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നവൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട്, ഹല്ലേലൂയ, ഓ സ്തോത്രം, നീ ശക്തിയോടെയും അധികാരത്തോടെയും ജയത്തോടെയും മുമ്പോട്ട് പോകുന്ന നാളുകളാണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് ഫിലിസ്ത്യന്റെ മേൽ ജയം നേടി. എങ്ങനെ? ദാവീദ് എങ്ങനെ ജയം നേടിയോ അങ്ങനെ തന്നെ നാം ഓരോരുത്തരും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന മല്ലന്റെ മേൽ ജയം നേടും. ഹല്ലേലൂയ. അതൊരു സാമ്പത്തിക വിഷയത്തിൻ്റെ മല്ലനായിരിക്കാം. ഹല്ലേലൂയ. അതൊരു പക്ഷേ ഒരു രോഗത്തിൻ്റെ മല്ലനായിരിക്കാം, ഒരു കടബാധ്യതയുടെ മല്ലനായിരിക്കാം, ഒരു റിലേഷൻഷിപ്പ് പ്രോബ്ലം ആയിരിക്കാം, തലമുറയെക്കുറിച്ചുള്ളൊരു വിഷയമായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ നിനക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തതുപോലെ നീ ഓവർവെൽംഡ് ആയിട്ട് ഇതിൻ്റെ മേൽ എങ്ങനെ ജയമെടുക്കും, എങ്ങനെ ഞാൻ മുമ്പോട്ട് നടക്കും, എങ്ങനെ ഒരു വാതിൽ തുറക്കും, എങ്ങനെ ഈ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകും എന്നാലോചിച്ച് ആരെങ്കിലും, ഹല്ലേലൂയ, ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അങ്ങനെ, ഹല്ലേലൂയ, അങ്ങനെ ദാവീദ് ഫിലിസ്ത്യന്റെ മേൽ ജയമെടുത്തു. ആ മല്ലനെ കൊന്നു, അവനെ നശിപ്പിച്ചു. ഹല്ലേലൂയ. വേരോടെ ചില പ്രശ്നങ്ങളെ നശിപ്പിക്കാൻ പോവുകയാണ്. ഇനി ഒരിക്കലും പൊങ്ങി വരാൻ പറ്റാത്തതുപോലെ, ഇനി ഒരിക്കലും നിനക്കെതിരെ വെല്ലുവിളിക്കാൻ പറ്റാത്തതുപോലെ, അടിയോടെ, അടിസ്ഥാനത്തോടെ, വേരോടെ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾ നിന്റെ മുൻപിൽ നിന്ന് മാറിപ്പോകാൻ പോവുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ ദാവീദ് ജയമെടുത്തു? 1 സാമുവേൽ 17 അധ്യായം അതിൻ്റെ 17, 18 വാക്യങ്ങൾ. ഇശ്ശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞു, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് വേഗത്തിൽ പാളയത്തിൽ കൊണ്ടുചെന്ന് നിന്റെ സഹോദരന്മാർക്ക് കൊടുക്കുക. അവരുടെ സേനാധിപന് വേണ്ടി ഈ പാൽക്കട്ടി 10 കൂടി എടുത്തുകൊള്ളുക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ച് അവരിൽ നിന്നൊരു അടയാളം വാങ്ങി തിരിച്ചു വരിക. ഹല്ലേലൂയ. ദാവീദിനോട് ദാവീദിന്റെ അപ്പനായ ഇശ്ശായി പറഞ്ഞു, നീ കുറച്ച് അപ്പവും മലരും ഫുഡും ഒക്കെ എടുത്ത് നിന്റെ സഹോദരന്മാർക്ക് കൊണ്ടുപോയി കൊടുക്കുക. ഹല്ലേലൂയ. ദാവീദ്, നമുക്കറിയാം, ദാവീദ് അഭിഷേകം പ്രാപിച്ചവനാ.
തൻ്റെ സഹോദരന്മാരുടെയും മാതാപിതാക്കളുടെയും മധ്യത്തിൽ വെച്ച് പ്രവാചകൻ അവനെ മാത്രം കൊമ്പിൽ നിറച്ച തൈലം അവൻ്റെ ശിരസിൻ്റെ മേൽ ഒഴിച്ചതാം. ഹല്ലേലൂയ. ഇസ്രയേലിൻ്റെ രാജാവായിട്ട് യഹോവ നിന്നെ കണ്ടിരിക്കുന്നുവെന്ന് പരസ്യമായിട്ട് അവൻ്റെ മേൽ ദൂത് കൊടുത്തതാം. ഹല്ലേലൂയ. പ്രവചനം പ്രാപിച്ചുവെന്ന് മാത്രമല്ല, ദാവീദിനെ കുറിച്ച് പഠിച്ചാൽ അവൻ പ്രാർത്ഥിക്കുന്നവനാ, അവൻ ആരാധിക്കുന്നവനാ, അവൻ ദൈവത്തിന് വേണ്ടി പാട്ട് പാടുന്നവനാ, അവൻ്റെ മേലൊരു വിളിയുള്ളതാ, അഭിഷേകമുള്ളതാ, ഇസ്രയേലിൻ്റെ അടുത്ത രാജാവാകാനുള്ളവനാ. അങ്ങനെയുള്ള ദാവീദിനോട് അപ്പൻ വിളിച്ചു പറയുകയാ, ഹല്ലേലൂയ, നീ ഈ ഫുഡും ഒക്കെ ആയിട്ട് സഹോദരന്മാരുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാൻ. അത് പറഞ്ഞപ്പോൾ ദാവീദ് തൻ്റെ പിതാവ് പറഞ്ഞത് കേട്ട് അനുസരിച്ചു. ഹല്ലേലൂയ. ദാവീദ് ചാമ്പ്യനായെങ്കിൽ, ദാവീദ് ചാമ്പ്യൻ ആയതിൻ്റെ ഒന്നാമത്തെ ദാവീദിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹി വാസ് സബ്മിറ്റഡ് ടു ഹിസ് ഫാദർ. ദാവീദ് തൻ്റെ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ. നമ്മെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് സബ്മിഷൻ എന്ന് പറയുന്നത്, കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറയുന്നത്. കീഴ്പ്പെട്ടിരിക്കുന്ന ഇടത്ത് അനുഗ്രഹമുണ്ട്, അതിൻ്റെ അകത്തൊരു സംരക്ഷണമുണ്ട്. ദേവദാസൻ പറഞ്ഞു, സബ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു കുട പോലെയാണ്. ഇപ്പോൾ ഈ ഭയങ്കര ചൂടാ, പുറത്തോട്ട് നടക്കുമ്പോൾ നമ്മൾ കുടയുമായിട്ടേ പോകത്തുള്ളൂ. ഹല്ലേലൂയ. കുട നമുക്കൊരു സംരക്ഷണമാണ്. വെയിലിൽ നിന്നും മഴയിൽ നിന്നും എല്ലാം സംരക്ഷണമായിരിക്കുന്നത് പോലെ ദൈവം നമ്മുടെ മുകളിലാക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് നാം കീഴ്പ്പെടുമ്പോൾ ആ സബ്മിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു സംരക്ഷണമാണ്. ഹല്ലേലൂയ. അത് നമ്മെ മുമ്പോട്ട് നടത്തും, അത് നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തും. ഹല്ലേലൂയ. ലൂസിഫർ, മുഖ്യദൂതനായിരുന്ന ലൂസിഫർ, അവൻ പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടത്, അവൻ പിശാചായി മാറിയത് അവൻ കീഴ്പ്പെടാൻ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ്. എന്നാൽ ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്നു, അവൻ കുരിശു മരണത്തോളവും പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. ഹല്ലേലൂയ. യേശു പിതാവിന് കീഴ്പ്പെട്ടിരുന്നത് കൊണ്ട് അവന് കുരിശു മരണത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവൻ ക്രൂശു മരണത്തിലൂടെ പോകേണ്ടതായിട്ട് വന്നു. ചില മരണത്തിൻ്റെ അവസ്ഥകളിലൂടെയാണോ പോകുന്നത് നീ കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്ന് ചിലപ്പോൾ നിനക്ക് തോന്നിയേക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, കഥ അവിടെ തീർന്നില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവൻ ക്രൂശു മരണത്തോളം കീഴ്പ്പെട്ടത് കൊണ്ട് അവനെ പിതാവായ ദൈവം അത്യന്തം ഉയർത്തി. എല്ലാ നാമത്തിലും മേലായ നാമം അവന് കൊടുത്തു. സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ. അധികാരത്തിന് നീ കീഴ്പ്പെട്ടിരിക്കുമ്പോൾ ദൈവം നിന്നെ ഉയർത്തും. 2 സാമുവേൽ 23-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ദാവീദിനെ കുറിച്ച് പറയുകയാ, ഹല്ലേലൂയ, അവൻ യഹോവയാൽ ഉയർത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നീ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിനക്കൊന്ന് ഉയരണമെന്ന്. ഹല്ലേലൂയ. നീ സ്വയം ഉയരാൻ നോക്കണ്ട. ഹല്ലേലൂയ. സ്വയം ഉയർത്താൻ നോക്കണ്ട. വേറെ ആരെങ്കിലും നിന്നെ ഒന്ന് ഉയർത്തിയാലോ എന്ന് നീ വിചാരിക്കേണ്ട. ഹല്ലേലൂയ. നീ പിതാവായ ദൈവത്തിന് കീഴ്പ്പെട്ടിരുന്നു, അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നു. നിന്നെ ഉയർത്തുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. യഹോവയാൽ നീ ഉയർത്തപ്പെടും. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ, നീ ആയിരിക്കുന്ന ഓഫീസിൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ മിടുക്ക് കൊണ്ടല്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ മാനിക്കും. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്ക് പോകാനായിട്ട് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ, ഹല്ലേലൂയ, അവർ വാഗ്ദത്ത ദേശത്തിന്റെ അറ്റത്ത് വന്നു, കാദേശ് ബാർണിയ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വെച്ച് 12 നേതാക്കന്മാർ, ഇവർ 12 ഗോത്രങ്ങളിലെയും 12 നേതാക്കന്മാർ ഈ വാഗ്ദത്ത ദേശം ഒറ്റുനോക്കാനായിട്ട് പോയി. അവിടെ പോയി അതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് നമുക്കറിയാം, കഥ നമുക്കറിയാം. 10 നേതാക്കന്മാർ ഒരു ഈവിൾ റിപ്പോർട്ട് കൊടുത്തു. അവർ പറഞ്ഞു, ദേശം നല്ലതാ, പക്ഷേ നമുക്ക് അവിടേക്ക് കടന്നു പോകാൻ സാധിക്കത്തില്ല, അവിടെ മല്ലന്മാരുണ്ട്, നമുക്ക് ഈ പരീക്ഷയിൽ ജയിക്കാൻ പറ്റത്തില്ല എന്ന് ശത്രു നിന്നോട് പറയും. ഹല്ലേലൂയ. ഈ രോഗം സൗഖ്യമാകുക സാധ്യമല്ല എന്ന് ഡോക്ടറുടെ റിപ്പോർട്ട് നിന്നോട് പറയും. ഹല്ലേലൂയ. ഈ സാമ്പത്തിക വിഷയത്തിൽ ഈ ലോൺ അടച്ചു തീർക്കാൻ സാധിക്കത്തില്ല എന്ന് ബാങ്ക് അധികാരികൾ നിന്നോട് പറയും. ഹല്ലേലൂയ. എന്നാൽ അതിൽ 2 പേര്, ജോഷുവയും കാലബും, തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു, ദൈവം നമ്മോട് കൂടെയുണ്ട്. ഈ ശത്രു വലുതാണെങ്കിലും വാഗ്ദത്ത ദേശത്ത് മല്ലന്മാരുണ്ടെങ്കിലും ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ഈ ദേശം നമുക്ക് അവകാശമാക്കാം. മല്ലന്മാർ നമുക്ക് ഇരയാണ്, അവരെ കണ്ട് നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു.
ഹല്ലേലൂയ. എന്നാൽ ഈ ജനം മുഴുവനും പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശമാണെന്ന് ഓർക്കണം. ഹല്ലേലൂയ. നിങ്ങൾ പണിതിട്ടില്ലാത്ത ഭവനങ്ങളും, നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും, നിങ്ങൾ കുഴിച്ചിട്ടില്ലാത്ത കിണറുകളും, ഹല്ലേലൂയ, കോട്ടക്കൊത്തളങ്ങൾ ഒരുക്കി സംരക്ഷിതമാക്കിയിരിക്കുന്ന നഗരങ്ങളും എല്ലാം നീ അവകാശമാക്കേണ്ട സ്ഥാനത്ത് ഈ ജനം മുഴുവനും മോശയ്ക്കോ, ഹല്ലേലൂയ, ദൈവം അവർക്കായിട്ട് അയച്ചിരിക്കുന്ന വാഗ്ദത്തത്തിനോ കീഴ്പ്പെടുന്നതിന് പകരം ശത്രുവിൻ്റെ ഈവിൾ റിപ്പോർട്ടിന് കീഴ്പ്പെട്ടത് കൊണ്ട്, ഹല്ലേലൂയ, അവർക്ക് വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുവാൻ സാധിച്ചില്ല. ഇന്നും ദൈവത്തിൻ്റെ വചനത്തിനും വാഗ്ദത്തത്തിനും കീഴ്പ്പെടുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാ. ഹല്ലേലൂയ. നിന്റെ മുൻപിൽ നിൽക്കുന്ന മല്ലനോട് നീ പറയണം, ഹല്ലേലൂയ, ഓ സ്തോത്രം, ബൈ ദ സ്ട്രൈപ്സ് ഓഫ് ജീസസ് ഐ ആം ഹീൽഡ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, യേശുവിൻ്റെ അടിപ്പിണരിനാൽ ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് നീ കീഴ്പ്പെടണം. പിശാചിൻ്റെ സ്വരത്തിനല്ല, മനുഷ്യൻ്റെ സ്വരത്തിനല്ല, നിന്റെ റീസന്റെ സ്വരത്തിനല്ല. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വാഗ്ദത്തം, ഈ വേദപുസ്തകം നിന്നോട് എന്ത് പറയുന്നു, നിന്റെ സാഹചര്യത്തെക്കുറിച്ച് എന്ത് പറയുന്നു? എൻ്റെ ദൈവമോ, ഹല്ലേലൂയ, നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹിമാധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ തീർത്തുകൊള്ളും. ഹല്ലേലൂയ. നാളെ ഓർത്ത് നീ ഭാരപ്പെടേണ്ട. ദൈവം നിന്നെ ശ്രേഷ്ഠമായിട്ട് നടത്തും. നിനക്ക് വേണ്ടുന്നതെല്ലാം തരും. അവൻ നിനക്ക് വേണ്ടി കരുതിക്കൊള്ളും. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ കരുതിക്കൊള്ളും. ഹല്ലേലൂയ. കണ്ണുനീരിനായിട്ട് നീ മക്കളെ ഉണ്ടാക്കുന്നില്ല. ഹല്ലേലൂയ. അവർ നിനക്ക് അനുഗ്രഹമായിരിക്കും. ഹല്ലേലൂയ. ഓ സ്തോത്രം. താങ്ക് യു ജീസസ്. വാഗ്ദത്തത്തിനും വചനത്തിനും കീഴ്പ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. സബ്മിഷൻ ഈസ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്. എലീഷ ഏലിയാവിന് കീഴ്പ്പെട്ടിരുന്നു. എലീഷയെക്കുറിച്ച് പറയുന്നത് ഏലിയാവിൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്നല്ല. വചനം പഠിച്ചാൽ കാണാം, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഭൃത്യൻ എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരിക്കൽ പോലും കൂടെ നിന്നൊരു വചനം കൊടുക്കുന്നതായിട്ടോ വേർഷിപ്പ് ലീഡ് ചെയ്യുന്നതായിട്ടോ ഒന്നും വചനത്തിൽ നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ. ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത ഭൃത്യൻ അവസാനം വരെയും, ഹല്ലേലൂയ, അവൻ ഏലിയാവിന് കീഴ്പ്പെട്ടിരുന്നു. ദൈവദാസിനെ കീഴ്പ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മീയ പിതാവിന് കീഴ്പ്പെട്ടിരുന്ന ഏലിയാവിന് കീഴ്പ്പെട്ടിരുന്ന എലീശയുടെ മേൽ അഭിഷേകത്തിന്റെ ഇരട്ടി പങ്കിന്റെ പുതപ്പ് വന്നു വീണു. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക്, അതിന്റെ പുതപ്പ് വന്ന് വീഴുന്നത് കീഴ്പ്പെട്ടിരിക്കുന്നവരുടെ മേലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. റൂത്ത് നവോമിക്ക് കീഴ്പ്പെട്ടിരുന്നു. അവിടെയാണ് അനുഗ്രഹത്തിന്റെ വാതിൽ അവൾക്ക് വേണ്ടി തുറന്നു കിട്ടിയത്. ഹല്ലേലൂയ. ദാവീദിന്റെ അപ്പൻ ദാവീദിനോട് പറഞ്ഞു, ഹല്ലേലൂയ, നീ സഹോദരന്മാർക്ക് അപ്പവുമായിട്ട് പോവുക എന്ന്. അത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണെന്ന് ദാവീദിന് ചിലപ്പോൾ തോന്നിക്കാണും. ദാറ്റ് ഈസ് സംതിങ് വെരി മീൻ. ഹല്ലേലൂയ. അത്ര പ്രാധാന്യമുള്ള കാര്യമൊന്നുമല്ല. യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്. സഹോദരങ്ങൾ യുദ്ധക്കളത്തിൽ യുദ്ധരംഗത്താ. ഹല്ലേലൂയ. എന്നാൽ ദാവീദോ അപ്പവുമായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എന്നാൽ യഥാർത്ഥത്തിൽ ദാവീദ് തൻ്റെ പിതാവിന് കീഴ്പ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, അവിടെ അവന് ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഡോറാണ് തുറന്നത്. ഹല്ലേലൂയ. സബ്മിഷൻ ഈസ് എ പ്ലേസ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഫോർ യു. അവസരങ്ങളുടെ വാതിൽ അവന് വേണ്ടി തുറക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് പറയും, ഹല്ലേലൂയ, എൻ്റെ ഉള്ളിൽ നിന്നും മറിതലിപ്പ് മാറിപ്പോകട്ടെ, റിബല്യൻ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ദൈവസഭ, ഹല്ലേലൂയ, ദൈവാത്മാവിനും ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും, ഹല്ലേലൂയ, ദൈവദാസന്മാർക്കും മാതാപിതാക്കന്മാർക്കും, ഹല്ലേലൂയ, ഭാര്യമാരും ഭർത്താക്കന്മാർക്കും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. അവിടെയാണ് അനുഗ്രഹം, അവിടെയാണ് വിടുതൽ, അവിടെ മല്ലന്മാർ നമുക്ക് കീഴ്പ്പെടും. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കള് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, സങ്കീർത്തനം 34 1 വാക്യം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ചാമ്പ്യൻസ് ആർ ഷൗട്ടേഴ്സ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളൊന്ന് തൊട്ടിട്ട് പറഞ്ഞേ, ചാമ്പ്യൻസ് ആർ ഷൗട്ടേഴ്സ്. ഹല്ലേലൂയ.
ദാവീദ് പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും സ്തുതിക്കും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിവിടെ വചനം പഠിച്ചാൽ ഈ 1 സാമുവേൽ 17 അധ്യായം പഠിച്ചാൽ മല്ലനായ ഗോലിയാത്ത് ഇസ്രയേലിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, 40 ദിവസമായിട്ട്. എത്ര പേര് ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട് ചില വിഷയങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു വ്യത്യാസവുമില്ല, വിഷയത്തിന് ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. ഒരു വ്യത്യാസവും ഇല്ലാതെ ഈ മല്ലൻ നിന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇസ്രായേൽ ജനം എന്ത് ചെയ്യുക? അവരെല്ലാ ദിവസവും വന്ന് ഈ മല്ലന്റെ വെല്ലുവിളി കേട്ടേച്ച് തിരിച്ചു പോകും. ശത്രുവാണ് അവരോട് സംസാരിക്കുന്നത്. അവർ കേൾക്കുന്നത് ശത്രുവിന്റെ സ്വരമാ. വചനം പഠിച്ചാൽ കാണാം, 17 അധ്യായത്തിൽ പറയുകയാണ്, അതിന്റെ 11 വാക്യം. ആ ഫെലിസ്ത്യന്റെ വാക്കുകൾ കേട്ട് ശൗലും എല്ലാ ഇസ്രായേലരും ഭയചകിതരായി. ഹല്ലേലൂയ. അവര് ശത്രുവിന്റെ വാക്ക് കേട്ടിട്ട് അവര് ഭ്രമിച്ചു, അവര് ഭയപ്പെട്ടു. യുദ്ധം ചെയ്യാനായിട്ട് ഈ ഇസ്രായേൽ മക്കൾ വന്ന് നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാവോ? വചനം പഠിച്ചാൽ കാണാം, അവര് നിൽക്കുന്നത് മല്ലനായ ഗോലിയാത്ത് ഒരു മലയുടെ മുകളിൽ നിൽക്കുക, ഇസ്രായേൽക്കാര് ഒരു താഴ്വരയിൽ നിൽക്കുക, ഏലാ താഴ്വരയിൽ. ഹല്ലേലൂയ. ഗോലിയാത്തിനെ കുറിച്ച് പറയുന്നത് അവന് 9 അടിയും 9 ഇഞ്ചുമാണ് അവന്റെ പൊക്കം. ഏതാണ്ട് 10 അടി പൊക്കം എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. 10 അടി പൊക്കമാണ് ഗോലിയാത്തിനുള്ളത്. എന്നാൽ ഈ ഇസ്രായേൽ ജനം ഈ താഴ്വരയിൽ നിന്നുകൊണ്ട് ഈ മലയുടെ മുകളിൽ നിൽക്കുന്ന ഗോലിയാത്തിനെ നോക്കുമ്പോഴത്തേക്ക് ഈ 10 അടി പൊക്കമുള്ള ഗോലിയാത്തിന് ഒരു 20 അടി പൊക്കം തോന്നും. ഹല്ലേലൂയ. നീ ശത്രുവിന്റെ സ്വരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ നിനക്ക് തോന്നുന്നു നീ ഒരു കുഴിക്കകത്തിരിക്കുകയാണെന്ന്. ഹല്ലേലൂയ. യു ആർ ഇൻ എ ലോ പ്ലേസ്. നീ ഒരു വാലിയുടെ സ്ഥലത്താ, നീ ഒരു താഴ്വരയുടെ സ്ഥലത്താ. ആ താഴ്വരയുടെ സ്ഥലത്തിരുന്ന് ശത്രുവിന്റെ സ്വരവും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുൻപിൽ നിൽക്കുന്ന ശത്രുവിന് യഥാർത്ഥത്തിൽ എത്ര വലുപ്പമുണ്ടോ അതിനേക്കാൾ എല്ലാം വലുതായിട്ട് നിനക്ക് തോന്നും. ഹല്ലേലൂയ. ആ കുഴിയിൽ ഈ ഇസ്രായേൽ ജനം ഇരിക്കുമ്പോൾ ദാവീദ് അങ്ങനെ കുഴിയിലിരിക്കുന്നവനല്ല. ദാവീദ് പറഞ്ഞു സങ്കീർത്തനം 40 ഞാൻ എൻ്റെ യഹോവയോട് നിലവിളിച്ചു, അവൻ ചെവിചായിച്ചെൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവൻ എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി. അവൻ എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ നാവിൽ പുതിയ പാട്ട് തന്നു, എൻ്റെ ദൈവത്തോടുള്ള സ്തുതി തന്നെ. ഹല്ലേലൂയ. നീ ഏത് കുഴിയിലായിരിക്കുന്നുവോ, ഏത് താഴ്വരയിലായിരിക്കുന്നുവോ, ഏത് നാശകരമായ അവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ ഇരുന്നു കൊണ്ട് നീ നാവ് തുറന്ന് കർത്താവിനെ സ്തുതിക്കുവാൻ തീരുമാനിക്കുമ്പോൾ ആ നാശകരമായ കുഴിയിൽ നിന്നും നിന്നെ കയറ്റി ഒരു സേഫ് പ്ലേസിൽ, ഒരു സുരക്ഷിത സ്ഥാനത്ത്, യേശുവാകുന്ന പാറമേൽ നിന്നെ നിർത്തുവാൻ നാം ആരാധിക്കുന്ന കർത്താവായ ദൈവം വിശ്വസ്തനത്രേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. നീ കുഴിയിലിരിക്കേണ്ടവനല്ല. യു നീഡ് ടു ബി ഷൗട്ടേഴ്സ്. അവിടെ വചനം പറയുന്നത് ഫെലിസ്ത മല്ലനെ കണ്ടിട്ട് ദാവീദ് ഷൗട്ട് ചെയ്തെന്നാ. അവൻ ഒച്ചയെടുത്തു വിളിച്ച് കാറി. അവൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുവാൻ അപരിച്ഛേദിതനായ ഈ ഫിലിസ്തീൻ ആരാ? ഹല്ലേലൂയ. ഇസ്രായേൽ ജനം മുഴുവനും സൗൽ രാജാവും ഈ ഫിലിസ്തീൻ മല്ലൻ പറയുന്നത് കേട്ട് പേടിച്ച് നിന്നപ്പോ ബാലനായ ദാവീദ് ഹല്ലേലൂയ അവൻ പറഞ്ഞു, ഞാൻ ആരാധിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തെയാ. ഹല്ലേലൂയ. നീ എനിക്കെതിരെ വാളും കുന്തവും കൊണ്ട് വരുന്നു, എന്നാൽ ദൈവം വിജയം തരുന്നത് വാളും കുന്തവും കൊണ്ടല്ലെന്ന് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഞാൻ വരുന്നത് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിലാണ്, സൈന്യങ്ങളുടെ കർത്താവായ യഹോവയുടെ നാമത്തിലാണ്. അവൻ വാളും കുന്തവും പരിചയം കൊണ്ടല്ല ജയം തരുന്നതെന്ന് ഇന്ന് ലോകം മുഴുവനും മനസ്സിലാക്കും. സൈന്യത്താലേ അല്ല, ശക്തിയാലേ അല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഇന്ന് നീ കടന്നു പോകുന്ന ഏതു വിഷയങ്ങളിലും വിജയമുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. നിന്റെ നാവ് അടച്ചു വെക്കരുത്. നമ്മൾ ഒച്ച ഉണ്ടാക്കുന്നത് വെറുതെ അല്ല കേട്ടോ. ഹല്ലേലൂയ. സ്തുതിക്കുന്നത് വെറുതെ അല്ല കേട്ടോ. കരങ്ങൾ ഉയർത്തുന്നത് വെറുതെ അല്ല കേട്ടോ. അന്തരീക്ഷ മണ്ഡലത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ദുഷ്ടാത്മ ശക്തികളുടെ മേൽ നിനക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദ് യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവനാ.
ഹീസ് ഫ്രം ദ ട്രൈബ് ഓഫ് ജൂഡ. ജൂഡ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രൈസ്, സ്തുതി എന്നാ. ഇസ്രായേൽ മക്കള് മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ അവർ ഗോത്രമായിട്ടാണ് മുമ്പോട്ട് പോവുക, വാഗ്ദത്ത ദേശത്തെ ലക്ഷ്യമാക്കി. ഈ മരുഭൂമിയെക്കുറിച്ച് നിയമാവർത്തനം 8-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, ഈ മരുഭൂമി പാമ്പുകളും തേളുകളും നിറഞ്ഞ മരുഭൂമിയാണെന്ന്. ഈ ജനം നടക്കുന്നത്, പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവർ ഈ മരുഭൂമി കൂടെ നടക്കുമ്പോൾ ഇത് പാമ്പുകളും തേളുകളും നിറഞ്ഞ മരുഭൂമിയാണ്. എന്ന് വെച്ചാൽ ഒരു കാല് വെച്ചാൽ പാമ്പിൻ്റെ മുകളിലേക്കായിരിക്കും ചവിട്ടുന്നത്, അടുത്ത കാല് വെക്കുമ്പോൾ തേളിൻ്റെ മുകളിലോട്ടായിരിക്കും ചവിട്ടുന്നത്. അങ്ങനെയുള്ള മരുഭൂമിയിലൂടെ ഈ ജനം പോകുമ്പോൾ ഈ ജനത്തിൻ്റെ ഏറ്റവും മുൻപിൽ പോകുന്നത് യഹൂദ ഗോത്രമാണ്. ഹല്ലേലൂയ. ഈ ഗോത്രം മുമ്പിൽ പോകുമ്പോൾ അവരുടെ ഗോത്രത്തിൻ്റെ ബാനർ പിടിക്കും. ഹല്ലേലൂയ. ആ ബാനറിൻ്റെ മേൽ യഹൂദ ഗോത്രത്തിൻ്റെ സിംബലുണ്ട്, എംബ്ലമുണ്ട്. എന്താണെന്നറിയാവോ? സിംഹം. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 48-ന്റെ 9-ാമത്തെ യാക്കോബ് പുത്രന്മാരെ അനുഗ്രഹിച്ചപ്പോൾ യഹൂദയോട് പറഞ്ഞു, യഹൂദ നീ ഒരു ബാലസിംഹം. ഹല്ലേലൂയ. സിംഹം, നീ ഇര പിടിക്കും, നീ സിംഹം തന്നെ, സിംഹി തന്നെ. നിന്നെ ആരുണർത്തും? ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിൽ സിംഹമുണ്ട്, സിംഹിയുണ്ട്, സിംഹക്കുട്ടികളുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര സിംഹങ്ങളുണ്ട് ഇവിടെ! ഓ, എത്ര പെൺസിംഹങ്ങളുണ്ട് ഇവിടെ! എത്ര സിംഹക്കുട്ടികളുണ്ട് ഇവിടെ! ഹല്ലേലൂയ. ഓ സ്തോത്രം, ഹല്ലേലൂയ. പാമ്പുകളും തേളുകളും നിറഞ്ഞ മരുഭൂമിയിലൂടെ, ഓ സ്തോത്രം, വായിൽ സ്തുതിയുമായിട്ട് ഈ യഹൂദ സിംഹങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അവരുടെ മുമ്പിൽ പാമ്പ് വഴിമാറിയേ പറ്റൂ. ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ട് നീ മുമ്പോട്ട് പോകുമ്പോൾ നിന്റെ മുൻപിൽ പാമ്പ് വഴിമാറിയേ പറ്റൂ. ഹല്ലേലൂയ. സിംഹങ്ങൾ അലറി വിളിച്ചാട്ടെ, സിംഹികൾ അലറി വിളിച്ചാട്ടെ, സിംഹക്കുട്ടികൾ ഹല്ലേലൂയ എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്തുതിച്ചു പാടിയാട്ടെ, ആർത്തു വിളിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. You are the mighty king. You are the victorious king. Hallelujah. Thank you master. Hallelujah. Hallelujah. ഈ സിംഹക്കുട്ടികളൊക്കെ ഈ യഹൂദ ഗോത്രത്തിലെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഹല്ലേലൂയ അവർ നടക്കുന്ന വഴിക്ക് പാമ്പൊക്കെ കിടക്കുന്നത് കാണും. ഹല്ലേലൂയ. അവരൊരു പേടിയില്ലാതെ ആ പാമ്പിൻ്റെ മുകളിൽ കൂടെയൊക്കെ ചവിട്ടി നടക്കും. എന്താ കാര്യമെന്നറിയോ? അപ്പൻ സിംഹവും അമ്മ സിംഹവും ചവിട്ടി മെതിച്ചിട്ടിരിക്കുന്ന പാമ്പാ. ഹല്ലേലൂയ. നമുക്ക് മുമ്പേ ഒരുവൻ പോയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ തകർത്തവനാ, അവൻ പാമ്പിൻ്റെ തലയെ തകർത്തവനാ. ഹല്ലേലൂയ. നീ പേടിക്കേണ്ട കാര്യമില്ല, പാമ്പിനെ ചവിട്ടുവാൻ നീ പേടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നമ്മളിൽ ചിലർ തുടർച്ചയായിട്ട് രാത്രിയിൽ പാമ്പിനെ സ്വപ്നം കാണുന്നു. ഇതെന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പാമ്പിനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ച് പലരും ഭാരപ്പെട്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഹല്ലേലൂയ, അതിൻ്റെ മേൽ പരിപൂർണ ജയം. ഹല്ലേലൂയ. സ്വപ്നത്തിലല്ല, യഥാർത്ഥ ജീവിതത്തിലും പാമ്പിൻ്റെ ശക്തികളുടെ മേൽ പരിപൂർണ ജയം കൽപ്പിക്കുന്ന പകല. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. യഹൂദായുടെ സിംഹം. ആരാ യഹൂദായുടെ സിംഹം? ഹൂ ഈസ് ദ ലയൺ ഓഫ് ജൂഡ, അവർ ജീസസ് ക്രൈസ്റ്റ്. സംഖ്യയുടെ പുസ്തകം 23-ാം അധ്യായത്തിൽ അവിടെ നമുക്ക് കാണാം, മോവാബ് രാജാവായ ബാലാക്ക് ഈ ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടിയിട്ട് ബാലാമെന്ന് പറയുന്ന പ്രവാചകനെ കൂലിക്കെടുത്തു. അപ്പോൾ കൂലിക്കെടുത്ത ബാലാം പ്രവാചകൻ മോവാബിൻ്റെ ഗിരിനിരകളിൽ കയറി നിന്നിട്ട് ഒരു അൾത്താരയൊക്കെ ഉണ്ടാക്കി ഈ ജനത്തെ ശപിക്കാനായിട്ട് വായി തുറന്നു. വായി തുറന്നപ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, ദൈവം അനുഗ്രഹിച്ച ജനത്തെ എനിക്ക് എങ്ങനെ ശപിക്കാൻ പറ്റും? ഹല്ലേലൂയ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇസ്രയേലിൽ കഷ്ടത കാണാനില്ല, ഇസ്രയേലിൽ അനീതി ദർശിക്കാനില്ല. അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദ ഷൗട്ട് ഓഫ് ദ കിങ് ഈസ് എമംഗ് ദം. രാജഗർജനം അവരുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഷൗട്ട് ഓഫ് ദ കിങ് ഈസ് എമിഡ്സ് ദം, എമംഗ് ദം. അവരുടെ മധ്യത്തിൽ രാജഗർജനമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ രാജാവിൻ്റെ കോലാഹലമുണ്ടോ? രാജാവിൻ്റെ ഗർജനമുണ്ടോ? ഈസ് ദെയർ ഷൗട്ട് ഓഫ് ദ കിങ്? ഹല്ലേലൂയ. വി ആർ ഇൻഡീഡ് ഷൗട്ട്സ്. ഹല്ലേലൂയ. നമ്മൾ തീർച്ചയായും ഒച്ച ഉണ്ടാക്കുന്നവരാണ്. വാട്ട് ഈസ് ദ ഷൗട്ട് ഓഫ് ദ കിങ്? രാജഗർജനം എന്ന് പറയുന്നത് എന്താ? 2000 കൊല്ലങ്ങൾക്ക് മുൻപ്
യേശു കുരിശിൽ തൻ്റെ രക്തം ചിന്തി തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് പിശാചിൻ്റെ മേൽ ജയമെടുത്തിട്ട് യേശു ഉറക്കെ നിലവിളിച്ചു എന്ന് പറയുന്നത്. ഹി ഷൗട്ടഡ് ഔട്ട്, ഹി ക്രൈഡ് ഔട്ട്. ഹല്ലേലൂയ. അത് വിജയത്തിൻ്റെ ഹല്ലേലൂയ ഷൗട്ടാ. ഹല്ലേലൂയ, ഷൗട്ട് ഓഫ് വിക്ടറി. എന്താ വിളിച്ചു പറഞ്ഞത്? എന്താ നിലവിളിച്ചു പറഞ്ഞത്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഹല്ലേലൂയ. സകലതും പൂർത്തിയായിരിക്കുന്നു. നിന്റെ ജയത്തിനുള്ളത് സകലതും പൂർത്തിയായിരിക്കുന്നു. നിന്റെ ശത്രുവായ പിശാചിന്റെ തല തകർത്തിരിക്കുന്നു. ഹല്ലേലൂയ. അവനെ നിന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നായകൻ നമുക്ക് മുമ്പായി പോയിരിക്കുന്നു. ഹല്ലേലൂയ. The shout of the king is amidst them. രാജഗർജനം നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. Thank you Jesus. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങളിൽ യേശു പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും നിങ്ങൾ ചവിട്ടി മെതിക്കും. ശത്രുവിന്റെ സകല ബലത്തിന്റെ മേലും നിനക്ക് അധികാരവും ശക്തിയും തന്നിരിക്കുന്നു. അധികാരമുണ്ട്, ബലമുണ്ട്. നാം ബലമില്ലാത്തവരല്ല കേട്ടോ. ക്ഷീണിച്ചിരിക്കുന്നവർ ബലം പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബലഹീനമായ കരങ്ങൾ ശക്തി പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കാൽമുട്ടുകൾ ശക്തി പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ബലഹീനമായിരിക്കുന്ന അവസ്ഥകൾ ശക്തിയിലേക്ക് നീങ്ങട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ സ്തോത്രം. വചനം പറഞ്ഞു സങ്കീർത്തനം 8:2 ഹല്ലേലൂയ. ശത്രുക്കളെയും രക്തദാഹികളെയും നിശബ്ദരാക്കുവാൻ അവൻ ശിശുക്കളുടെയും മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ ബലം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് യേശു പിന്നീട് പറഞ്ഞു, ശിശുക്കളുടെയും കുഞ്ഞുങ്ങളുടെയും അധരങ്ങളിൽ അവൻ സ്തുതി ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. നീ വായ് തുറന്ന് സ്തുതിക്കുമ്പോൾ നിന്റെ അകത്ത് ബലം പ്രാപിക്കുകയാ. ശത്രുവിനെതിരെ ബലം പ്രാപിക്കുക. പാമ്പുകളെയും തേളുകളെയും നീ ചവിട്ടി നടക്കുകയാ. ഹല്ലേലൂയ. സങ്കീർത്തനം 91:13 വാക്യം. സിംഹത്തെയും അണലിയെയും നീ ചവിട്ടും, യുവസിംഹങ്ങളെയും മഹാസർപ്പത്തെയും നീ കാൽ കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. സിംഹത്തിന്റെ മേലും അണലിയുടെ മേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന സിംഹം അത് പിശാചിന്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫോമിനെ കുറിച്ചാണ് പറയുന്നത്. ശത്രു അതിൻ്റെ സകല ബലത്തോടും സകല ശക്തിയോടും നിനക്കെതിരെ വരുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ആ സിംഹത്തിൻ്റെ മേൽ നീ ചവിട്ടി മെതിക്കും. ഹല്ലേലൂയ. അണലിയുടെ മേൽ നീ ചവിട്ടി മെതിക്കും. ഹല്ലേലൂയ. ആ ചവിട്ടി മെതിക്കുക എന്ന് പറയുന്നത് ദേവദാസൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എന്താ? എപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത്? ദേവദാസൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. വഴിയില്ലാത്ത സ്ഥലത്ത്, നാട്ടിൻപുറത്തോടെയൊക്കെ പോകുമ്പോൾ ഹല്ലേലൂയ, നമ്മൾ ചില സ്ഥലത്തോടെയൊക്കെ പോകാനായിട്ട് നോക്കുമ്പോൾ വഴി കാണുകയില്ല. വഴിയില്ലാതെ പുല്ല് വളർന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കും. ആൾ പൊക്കത്തിൽ പുല്ല് വളർന്ന് പൊങ്ങി നിൽക്കുക. നമുക്ക് അതിലൂടെ ഒന്ന് നടന്നു പോകണമെങ്കിൽ വഴിയില്ല. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ? ഈ മുമ്പിൽ നടക്കുന്നവർ, ശക്തന്മാരായിട്ടുള്ളവർ, ആ പൊങ്ങി നിൽക്കുന്ന ആ പുല്ലിൻ്റെ മേലെ കാല് പൊക്കി അങ്ങ് ചവിട്ടും. ഹല്ലേലൂയ. പൊക്കും ചവിട്ടും, പൊക്കും ചവിട്ടും. നിനക്ക് വഴിയില്ലാത്തതുപോലെ നിന്റെ മുൻപിൽ ആൾ പൊക്കത്തിൽ ഇങ്ങനെ പുല്ല് വളർന്ന് നിൽക്കുമ്പോൾ, കള വളർന്ന് നിൽക്കുമ്പോൾ നീ കാലുയർത്തി പൊക്കി ചവിട്ടി 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 നിന്റെ മുൻപിൽ വഴി തുറന്നു വരും. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മുൻപിൽ വഴി തുറന്നു വരും. ഹല്ലേലൂയ. നിന്റെ കുടുംബ വിഷയത്തിൽ നിനക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്തതുപോലെ വഴി അടഞ്ഞിരിക്കുന്നിടത്ത് യേശുവിൻ്റെ നാമത്തിൽ നീ ചവിട്ടി നടക്കും, വഴികളെ തുറക്കും. നിന്റെ തലമുറയുടെ വിഷയത്തിൽ നീ ചവിട്ടി നടക്കും, വഴി തുറക്കും. കാല് പൊക്കും, ചവിട്ടും, വഴി തെളിയും. ഹല്ലേലൂയ. നിന്റെ നടപ്പിൽ വഴി തെളിയും. ഹല്ലേലൂയ. നിനക്ക് മുമ്പായി അത്ഭുതകരമായ ചില വഴികൾ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ ചില സാമ്പത്തിക വഴികൾ. ഹല്ലേലൂയ. സാമ്പത്തികത്തിന്റെ മുഖാന്തരങ്ങൾ. ഹല്ലേലൂയ. അത്ഭുതകരമായ ചില ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് യേശുവിൻ്റെ നാമത്തിൽ വഴി തുറക്കട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പിന്നെ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? മുന്തിരിങ്ങ കൂട്ടിയിടും, മുന്തിരിയുടെ ജ്യൂസ് എടുക്കാനായിട്ട്. ഹല്ലേലൂയ. ജ്യൂസ് എടുക്കാനായിട്ട് കൂട്ടിയിട്ടിട്ട് അതിൻ്റെ മേൽ ചവിട്ടും.
ചവിട്ടി മെതിക്കും. ചുമ്മാ രസത്തിന് ചവിട്ടുന്ന കാര്യമല്ല. ഹല്ലേലൂയ. അവസാനത്തെ തുള്ളി ജ്യൂസ് വരെയും പുറത്തു വരുന്നത് പോലെ ശക്തിയോടെ ചവിട്ടും. ഹല്ലേലൂയ. ഓ സ്തോത്രം. ഹല്ലേലൂയ. ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും സിംഹത്തിൻ്റെ മേലും അണലിയുടെ മേലും ചവിട്ടി നടക്കുവാൻ ഹല്ലേലൂയ അവൻ ബലം തന്നിരിക്കുന്നു. നിന്റെ നാവിൽ ബലം തന്നിരിക്കുന്നു. ദാവീദ് ഫിലിസ്ത്യ മല്ലനെ നോക്കി, ഹല്ലേലൂയ, എൻ്റെ ദൈവം നിന്നെ ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവനും അറിയും ഇസ്രയേലിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ സാഹചര്യത്തെ നോക്കി നീ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ സ്തോത്രം. താങ്ക് യു ജീസസ്. താങ്ക് യു മാസ്റ്റർ. വി വർഷിപ്പ് യു ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ദാവീദ് ഫിലിസ്ത്യൻ്റെ മേൽ ജയമെടുത്തു. ഹല്ലേലൂയ. ഇന്ന് നീ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എല്ലാ ചലഞ്ചസിൻ്റെ മേലും ഹല്ലേലൂയ ദൈവം നിനക്ക് ജയം തരും. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമ്മെ എളിമപ്പെടുത്താം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ഇന്ന് കർത്താവെ അങ്ങ് സംസാരിച്ച വചനത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ, പകർന്നിരിക്കുന്ന അഭിഷേകത്തിനായിട്ട് നന്ദി പറയുന്ന കർത്താവെ. ഹല്ലേലൂയ. അങ്ങ് അയച്ചിരിക്കുന്ന വിടുതലിലും സൗഖ്യത്തിനുമായിട്ട് നന്ദി പറയുന്നു.